നേരത്തെ പാകിസ്ഥാൻ നാവിക സേനയുടെ ചില നീക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതിന് മുന്നോടിയായി തന്നെ ഇന്ത്യ നാവിക സേനയുടെ ശക്തി പ്രകടനം നടത്തിയിരിക്കുന്നു. അത് വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കെ പി അഭിലാഷിലേക്ക് വീണ്ടും. അഭിലാഷ്, അതായത് ഇന്ത്യ തിരിച്ചടിക്കാൻ സജ്ജമാകുന്നു, എല്ലാ രീതിയിലും ഇന്ത്യയുടെ എല്ലാ സൈന്യത്തെയും അതിനുവേണ്ടി സജ്ജരാക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. അതായത് കറാച്ചിയിൽ ഇത്തരത്തിൽ മിസൈൽ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ ആയ INS വിക്രാന്ത് അത് ഉൾക്കടലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യ. അതായത് പാകിസ്ഥാൻ നടത്തുന്ന ഈ ചെറു പരീക്ഷണങ്ങൾ പോലെയല്ല ഇന്ത്യയുടെ ശക്തിയും കരുത്തും എന്ന് കൃത്യമായി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്ന നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണത്തിന് ഇന്ത്യയുടെ മറുപടിയായി INS സൂറത്തിൽ നിന്ന് മിസൈൽ പരീക്ഷിച്ചു അറബിക്കടലിൽ എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത്, നമുക്കറിയാം ലോകത്തിലെ തന്നെ വലിയ സൈനിക ശക്തികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യക്ക് അത്രമേൽ വലിയ ആയുധ കരുത്തും ആയുധ ശേഖരവും സാങ്കേതിക സംവിധാനവും ഒക്കെയുണ്ട്. സൈനിക ബലത്തിലും അംഗബലത്തിലുമെല്ലാം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഇന്ത്യയെപ്പോലൊരു രാജ്യം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ റഷ്യയിലും നടക്കുന്ന അല്ലെങ്കിൽ ഗാസയിലൊക്കെ നടക്കുന്ന പല യുദ്ധങ്ങളുമൊക്കെ നമുക്കറിയാം. അങ്ങനെ ഈ യുദ്ധനീതിക്ക് നിരക്കാത്ത തരത്തിലൊക്കെ ഇന്ത്യ ഒരു ആക്രമണം നടത്തിയാൽ 24 മണിക്കൂർ പോലും പാകിസ്ഥാന് പ്രതിരോധിച്ചു നിൽക്കാനാവില്ല എന്നത് വസ്തുതയാണ്. അക്കാര്യം പാകിസ്ഥാനും ഉത്തമമായ ബോധ്യമുള്ളതാണ്. പക്ഷേ ഇന്ത്യ എപ്പോഴും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കുന്ന രാജ്യം ആണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾക്ക് മുറിവേൽക്കുന്ന തരത്തിൽ, അങ്ങനെ കാഷ്വാലിറ്റി സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ തിരിച്ചടി, അതിനെക്കുറിച്ച് മാത്രം ഇന്ത്യ ആലോചിക്കുന്നത്. ഒരുപക്ഷെ ഈ യുദ്ധനീതിക്ക് നിരക്കാത്ത ആക്രമണങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് സ്വീകരിക്കാവുന്ന ഒരു സൈനിക നീക്കം മാത്രമായിരിക്കും. എന്തായാലും ഇന്ത്യൻ സൈന്യത്തോട് നേരത്തെ തന്നെ സജ്ജരായിരിക്കാൻ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം എല്ലാം ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏത് തരത്തിലാണ് എങ്കിൽ പോലും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണം, അതായത് കൃത്യമായി ഈ പാക് അധിനിവേശ കശ്മീർ എന്നുള്ളതല്ല, മറിച്ച് പാകിസ്ഥാന്റെ മണ്ണിൽ നേരിട്ട് അവിടെ വ്യോമാക്രമണം നടത്തി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അതുപോലുള്ള ആക്രമണങ്ങൾക്ക് ഇന്ത്യക്ക് ശേഷിയുണ്ട് എന്ന് വളരെ കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യ ഇത്തരം വ്യോമാഭ്യാസങ്ങളിലൂടെ അടക്കം അല്ലെങ്കിൽ സൈനിക അഭ്യാസങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അല്പസമയത്തിനകം സർവകക്ഷി യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. ഈ സർവകക്ഷി യോഗത്തിൽ ലോകരാഷ്ട്രങ്ങളടക്കം ഇന്ത്യക്ക് നൽകുന്ന പിന്തുണ, അതായത് ഈ തീവ്രവാദത്തെ അടിച്ചമർത്തുന്നതിന് എല്ലാ പിന്തുണയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. ടോം തന്നെ സൂചിപ്പിച്ച കാനഡയുമായി ഇന്ത്യ ദീർഘകാലമായി അത്ര നല്ല നയതന്ത്ര ബന്ധം അല്ല പുലർത്തുന്നത്, പ്രത്യേകിച്ച് ഖലിസ്ഥാൻവാദികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. പക്ഷേ കാനഡയ്ക്ക് അടക്കം ഇന്ത്യയെ പിന്തുണയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ താലിബാൻ ഭരണകൂടം ആണ് ഉള്ളത്. ആ താലിബാൻ ഭരണകൂടം പോലും പാകിസ്ഥാനെ തള്ളിപ്പറയുകയും തീവ്രവാദത്തെ എതിർക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹകരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് ചൈനയിൽ നിന്നായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ അതിനു പോലും ഇപ്പോഴത്തെ മാറുന്ന ലോകക്രമത്തിൽ ഒരു സാധ്യതയുമില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ട്രേഡ് വാർ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ചൈനയാണ്. അങ്ങനെയെങ്കിൽ ചൈനയ്ക്ക് നല്ല സൗഹൃദം ഇന്ത്യയുമായി പുലർത്തേണ്ട ആവശ്യമുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ പോലെയുള്ള ഒരു ചെറു രാജ്യത്ത് വിൽപ്പന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന വലിയ മാർക്കറ്റിനെ മാറ്റി നിർത്തി ചൈനയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കാനും സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ അച്ചുതണ്ടിൽ ചൈനയുടെ സഹായവും എല്ലാ രീതിയിലും ഒറ്റപ്പെടുത്തുക, പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുക, അതാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ. നാവിക അഭ്യാസം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ നാവിക ശക്തി തെളിയിച്ചിരിക്കുന്നു. കൃത്യമായ സൂചനകൾ തന്നെ പാകിസ്ഥാന് നൽകുന്നു. അതായത് ഈ ഒരു ഭീകരാക്രമണത്തിന്, പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ത്യയുടെ സൈനിക ശക്തി തെളിയിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നത്.